അപ്പോൾ എന്നെ എല്ലാവരും വന്ന് കണ്ട് എല്ലാ വിശേഷങ്ങളും ചോദിച്ചു. ഞങ്ങൾ അമ്മയുടെ കൃപാസന അമ്മയുടെ ശക്തിയെക്കുറിച്ചും ഞങ്ങൾക്കുണ്ടായ അത്ഭുതത്തെക്കുറിച്ചും എല്ലാവർക്കും ഞങ്ങളത് വിശദീകരിച്ച് കൊടുത്തു. ഞങ്ങൾക്ക് ഇത്രയും ഒരു അനുഭവം, ഇത്രയും ഒരു ഞങ്ങളെ തൊട്ട് ഞങ്ങളെ കുടുംബത്തിനെ മാത്രമല്ല ഞങ്ങളുടെ ഫ്രണ്ട്സിനെ, എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സ്കാനിങ്ങിന് പോയപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥന എനിക്ക് എന്തെന്ന് പറഞ്ഞു തന്ന ഒരു ചേച്ചിയുണ്ട്, ജവമാല എല്ലാം അയച്ചു തന്നു, ജെസ്സി എന്ന് പറഞ്ഞ ചേച്ചി. ഞങ്ങൾക്ക് വചനങ്ങൾ അയച്ചു തരുന്ന ജെസ്സി ചേച്ചി, പിന്നെ ഈ കൃപാസന അമ്മയുടെ പത്രം തന്ന സുജ ദാസ് എന്ന് പറഞ്ഞ ആ ചേട്ടനെ, എല്ലാവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അമ്മ ഇങ്ങനെ ഒരു വലിയൊരു അത്ഭുതം തന്ന അമ്മയ്ക്ക് തിരുക്കുമാരന് ഞാൻ കോടാനുകോടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. ഇത് കൂടാതെ ഞങ്ങൾക്ക് ഉടമ്പടി വെഞ്ചരിച്ച പദാർത്ഥങ്ങൾ കൊണ്ട് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, 20 വർഷമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നതാണ്. അത് തൈലം പോയിട്ട് ഒന്നുമല്ല മാറിയത്. ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് കാലുകുത്തി ഇവിടെ ഞാൻ തിരിച്ചു പോയ അന്ന് എനിക്ക് എൻ്റെ മൈഗ്രെയിൻ 20 വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ മൈഗ്രെയിൻ പൂർണ്ണമായി എനിക്ക് മാറി. കാരണം ഒരു നേരത്തെ ആഹാരം ഉപേക്ഷിക്കുകയല്ല, ഒരു നേരം ഭക്ഷണം എനിക്ക് ലേറ്റ് ആയാൽ തലവേദന വരും. മൈഗ്രെയിനാണ്. പല ഡോക്ടേഴ്സിനെയും കാണിച്ചതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വിശന്നിരിക്കാനേ പാടില്ല, മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഇതുവരെ ഞാൻ ഉപവാസം എടുക്കുന്നുണ്ട്. എനിക്ക് ഇന്ന് വരെയും മൈഗ്രെയിൻ വന്നിട്ടില്ല അമ്മയുടെ അനുഗ്രഹത്താൽ. പിന്നെ ഞങ്ങൾ നിയോഗത്തിൽ വെച്ചിരുന്ന മോളുടെ റിസൾട്ട് ഞങ്ങൾ വെച്ചിരുന്നു. അവൾ 10th CBSE എക്സാം എഴുതിയിട്ടാണ് ഇവിടെ വരുന്നത്. അച്ഛൻ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് മോളുടെ റിസൾട്ട് വന്നപ്പോൾ മോൾക്ക് 96 ബോർഡ് എക്സാം 96% മാർക്കും അവൾ സ്കൂൾ ടോപ്പറുമായി. അത് അമ്മയുടെ അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. അവളിപ്പോൾ 11th പഠിക്കുകയാണ്. പിന്നെ ഞങ്ങൾ